എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പച്ചപ്പും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഇതിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി. ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കൃഷി. അപ്പം അത് കാണിക്കാതെ വിചാരിച്ചു. നിങ്ങളെ കിളക്കൽ, ഓരോ തൈകൾ ഉണ്ടാക്കൽ, അതൊക്കെ അതിനെ പരിപാലിക്കൽ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെടികളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നട്ട് നനച്ച് പാകി മുളച്ചുണ്ടായ തോട്ടട്ട. അതൊക്കെ അതാ ഒരു പ്ലാവ് ഉയർന്ന് നിൽക്കണം, പ്ലാവും തൈ. പിന്നെ മാവും തൈകളാണ്, 2-3 മാവും തൈകളുണ്ട്. ഇതാ ഇതൊക്കെ സുനന്ദ മാങ്ങയായിട്ട് മാറൂട്ടാ. നമ്മൾ ഇതിൻ്റെ മാങ്ങ വിത്ത് കുഴിച്ചിട്ട് ഉണ്ടാക്കി മുളപ്പിച്ച് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായതാണ്, പറമ്പിൽ. ആപ്പച്ചക്ക മരമുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാട്ടാ നന്ദ്യാർവട്ടം. അതിൻ്റെ കൊമ്പ് ഉടന്ന് കുഴിച്ചിട്ട് ചെടിയായി. മന്ദാരം നമുക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ കറുവപ്പട്ടയുടെ മരമുണ്ട്. ആപ്പച്ചക്കയുടെ മരമാണ് കൂടുതലുള്ളത്, 2-3 മരമുണ്ട്. പിന്നെ കഴിക്കണ വേപ്പാണ് കേട്ടോ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇതൊരു തുളസി തൈ, ഒരു പേരയ്ക്ക തൈ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊന്നട കവുങ്ങുണ്ട്, കവുങ്ങ് തൈ ഉണ്ട്. ഇതൊക്കെ അടയ്ക്ക പോയിട്ട് മുളച്ചാട്ടാ. തെങ്ങുണ്ട്, തെങ്ങ് പിന്നെ ആദ്യമുള്ളതാണ്. പിന്നെ കൊന്നമരം ഇവിടെ ആദ്യമുള്ള, ഈ തെങ്ങും തൈയൊക്കെ ആദ്യമുള്ളതാണ്. പിന്നുള്ളത് ഇത് മണി പ്ലാന്റ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാണ്. പിന്നെ പ്ലാവ്, ഇതൊക്കെ ആദ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് കാണുന്നൊരു സംഭവം, കുറച്ച് സൈറ്റ്, 2 സൈറ്റുള്ള ഒരു സംഭവമാണ്. ഇതാ കുറച്ച് മത്തൻ്റെ ഒരു മുളപ്പിച്ചുണ്ടായ തൈകളാണ്. പിന്നെ കുറച്ച് ചീരവിത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ചീരവിത്ത് പായിട്ടുണ്ട്, ചാമച്ചീരൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനൊരു വീട്ടിലെ പച്ചപ്പ് കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വീട്ടിലെ പച്ചപ്പ്. പിന്നെ അതവിടെ കുറച്ച് മത്തട ചെടി, പിന്നെ കുറച്ച് മണ്ണൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ പുതിയ പുതിയ വിത്തുകളൊക്കെ മുളയ്ക്കാണ്ട്, വെള്ളരി കുമ്പളൊക്കെ മുളയ്ക്കാണ്ട്. അപ്പോൾ നിങ്ങളെ ഈ പച്ചപ്പ് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കാണിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ ചെറിയൊരു സ്ഥലത്താണെങ്കിലും ഒരു 4 വർഷമായിട്ട്, അങ്ങനെയല്ല 6 വർഷമായി, ഒരു 2018 തൊട്ടിട്ട് 7 വർഷമായി. 7 വർഷമായിട്ട് നമ്മളെ അധ്വാനം ആണ് ഈ കാണിച്ചതൊക്കെ, പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ. ഈ തോട്ടമൊക്കെ വാഴത്തോട്ടം, വാഴ കുറച്ച് ആദ്യം ഉണ്ടായിരുന്നു അവിടെ, പിന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ വാഴത്തോട്ടം, ഈ ചെടി പുള്ളിച്ചെടി എന്ന് പറയും. പുള്ളിച്ചെടി, പിന്നെ ഈ മാവുകളൊക്കെ, മൈലാഞ്ചി ഉണ്ട്, മൈലാഞ്ചി ചെടി ഉണ്ട്. മാവ് നല്ല ഉയർന്നു പോയിട്ടുണ്ട്. 7 വർഷമായിട്ടുള്ള നമ്മുടെ തോട്ടമാണ് ഇട്ടത്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ വീഡിയോ നിർത്താം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.